ഹലോ ഫ്രണ്ട്സ്, +1 ഫിസിക്സിലെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ലൈനിലെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ ഇൻട്രൊഡക്ടറി പാർട്ടാണ് ഇന്ന് നമ്മുടെ ലെക്ചർ. അതിലെ ബേസിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സിനെ കുറിച്ച് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതും കേട്ടതൊക്കെയാണ് ഈ പാരാമീറ്റേഴ്സ്. അപ്പോൾ പാരാമീറ്റേഴ്സ് എന്താണെന്നുള്ളതും അവരുടെ ഡെഫിനിഷൻ എന്താണ്, അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസ് എന്താണ്, അവരുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, നീറ്റ് എക്സാമ്പിൾ എങ്ങനെയൊക്കെയാണ് ഈ ഭാഗങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്, ഇത്തരം കാര്യങ്ങൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സ് 5 പാരാമീറ്റേഴ്സാണ് മോഷനുമായി ബന്ധപ്പെട്ടുള്ളത് അല്ലേ. ഡിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, സ്പീഡ് ഉണ്ട്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. അതുപോലെ ഇന്ന് നമുക്ക് കുറച്ച് എക്സാമ്പിൾസും പാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്താണ് മോഷൻ? എപ്പോഴാണ് ഒരു ബോഡി ചലിക്കേണ്ടതെന്ന് നമ്മൾ പറയാം? ഒരു ബോഡി അതിൻ്റെ പൊസിഷൻ ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബോഡി ചലിക്കുന്നുണ്ട് എന്ന് പറയാം. റെഡി? ഇഫ് ആൻ ഓബ്ജെക്റ്റ് ഷിഫ്റ്റ്സ് പൊസിഷൻസ് ഓവർ ടൈം ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി ഇൻ മോഷൻ. ഇനി മോഷൻ എന്ന് പറയുന്നത് അതൊരു റിലേറ്റീവ് ടേമാണ്. അതായത് റിലേറ്റീവ് എന്ന് പറയുമ്പം ഒബ്സർവ് ചെയ്യുന്ന ആൾക്കനുസരിച്ചിട്ടായിരിക്കും ബോഡി മോഷനിലാണോ അല്ലേ എന്ന് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ ലെക്ചർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. നിങ്ങളുടെ റൂമിൽ നിങ്ങളുടെ ഒരു 1 മീറ്റർ അപ്പുറത്ത് ഒരു ഓബ്ജക്റ്റ് ഉണ്ട്. ആ ഓബ്ജക്റ്റ് വീഡിയോ കാണുന്ന സമയത്തും അതുപോലെ തന്നെ വീഡിയോ കണ്ട് കഴിയുമ്പോഴൊക്കെ ആ ഓബ്ജക്റ്റ് അവിടെ തന്നെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പം ആ ഓബ്ജക്റ്റ് റെസ്റ്റിലാണ് എന്ന് നമുക്ക് പറയാം. കാരണം എന്താണ്? ആ ഓബ്ജക്റ്റ് അവിടെ തന്നെയുള്ളത്, ചലിക്കുന്നില്ല. അതേ സമയത്ത് മറ്റൊരു പ്ലാനറ്റിലുള്ള അല്ലെങ്കിൽ മറ്റൊരു ഗാലക്സിയിലുള്ള ഒരാൾ ഒബ്സർവ് ചെയ്യുമ്പം ആ ഓബ്ജക്റ്റ് ചലിക്കുന്നുണ്ട് എന്ന് പറയാം. കാരണം എന്താണ്? എർത്ത് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുമ്പം എർത്ത് മൂവ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ നമ്മളും മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ പ്ലാനറ്റിലുള്ള ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം നമ്മളും അതുപോലെ ആ ബോഡിയുമൊക്കെ ചലിക്കുന്നുണ്ട് എന്നാണ് പറയുക. ഇങ്ങനെ മോഷനും റെസ്റ്റും ഒക്കെ റിലേറ്റീവ് ടേംസ് ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. റെഡി? ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മോഷൻ പാരാമീറ്റേഴ്സ് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. എന്താണ് ഡിസ്റ്റൻസ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പാത്ത് ലെങ്ത് ഫോളോഡ് ബൈ എ പാർട്ടിക്കിൾ അല്ലേ. ഒരു പാർട്ടിക്കിൾ എ എന്ന പൊസിഷനിൽ നിന്നും ബി എന്ന പൊസിഷനിലേക്ക് പോവുകയാണെങ്കിൽ ആ പാർട്ടിക്കിൾ സഞ്ചരിച്ചിട്ടുള്ള പാത്തിൻ്റെ ടോട്ടൽ ലെങ്ത്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്കലാർ ക്വാണ്ടിറ്റി. സ്കലാർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റീസിനെ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സ്കലാർ ക്വാണ്ടിറ്റി എന്നും അതുപോലെ വെക്ടർ ക്വാണ്ടിറ്റി എന്നും. സ്കലാർ എന്ന് പറഞ്ഞാൽ അവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. വെക്ടർ എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടാവും. അപ്പോൾ ഡിസ്റ്റൻസിന് നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞിട്ട് ഡിസ്റ്റൻസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതൊരു സ്കലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഡയമെൻഷൻസ് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് പാത്തിൻ്റെ ലെങ്ത്ത് എന്ന് നമ്മൾ പറഞ്ഞത്. ലെങ്ത്ത് അല്ലേ. അപ്പോൾ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് L⁻⁴ ആണ്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് L⁻⁴ ആണ്. അത് നമ്മൾ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ എഴുതുകയാണെങ്കിൽ m⁻⁴, L⁻⁴, T⁻⁴ എന്ന് എഴുതാൻ പറ്റും. അതുപോലെ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഓക്കെ, ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് ഓഫ് എ പാർട്ടിക്കിൾ. അതായത് ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ എയിൽ നിന്നും ബിയിലേക്ക്, ഇതാണ് എ, ഇതാണ് ബി അല്ലേ. പൊസിഷൻ എ ആൻഡ് പൊസിഷൻ ബി. പൊസിഷൻ എയിൽ നിന്നും പാത്ത് 1 പോയി. അതുപോലെ ഇത് പാത്ത് 2 ആണ്, മറ്റൊരു പാത്താണ് ഇത് അല്ലേ, പാത്ത് 3. പാത്ത് 1 പോകുമ്പോഴും പാത്ത് 2 പോകുമ്പോഴും 3 പോകുമ്പോഴൊക്കെ ടോട്ടൽ പാത്ത് ലെങ്ത് വ്യത്യാസമുണ്ട് അല്ലേ. 1 പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ എയും ബിയും തമ്മിലുള്ള ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് എയും ബിയും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. റെഡി? ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അതായത് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്,
ഡയറക്ഷനും ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ഡയമെൻഷൻസ് ലെങ്ത് ആയതുകൊണ്ട് തന്നെ ബേസിക്കലി ലെങ്ത് ആണല്ലോ, അതുകൊണ്ട് ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷന് സെയിം ആണ്, അല്ലെങ്കിൽ ലെങ്ത്തിൻ്റെ ഡയമെൻഷന് സിമിലർ ആണ്, സെയിം ആണ്. SI യൂണിറ്റ് മീറ്റർ ആണ്. SI യൂണിറ്റ് മീറ്റർ ആണ്. CGS-ലാണെങ്കിൽ നമ്മൾ സെൻറ്റിമീറ്റേഴ്സിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. റെഡി? ഇവിടെ ഞാൻ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചിട്ടുണ്ട്. ടോട്ടൽ ലെങ്ത് ഓഫ് ദി പാത്ത് കവേർഡ് ബൈ എ ബോഡിയാണ് എന്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതേസമയം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്, അല്ലേ? ഇനി സ്കലാർ ക്വാണ്ടിറ്റി ആണ്. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ ഡിസ്റ്റൻസിന്. ഡിസ്പ്ലേസ്മെൻ്റ് ആകുമ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്, അല്ലേ? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. ഇനി ഫോർ എ ക്ലോസ്ഡ് പാത്ത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് നോൺ സീറോ. അതായത് ഒരു ബോഡി ഒരു ക്ലോസ്ഡ് പാത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ അവിടെ നോൺ സീറോ ആയിട്ടുള്ള, സീറോനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. അതായത് പാത്ത് പോയിന്റ് എ ആണ്. എയിൽ നിന്നും ഈ ക്ലോസ്ഡ് പാത്തിലൂടെ സഞ്ചരിച്ച് എയിലേക്ക് തന്നെ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അതിനൊരു ഡിസ്റ്റൻസ് ഉണ്ടാവും, അല്ലേ? നോൺ സീറോ ആയിട്ടുള്ള, ഗ്രേറ്റർ ദാൻ സീറോ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. അതേ സമയത്ത് ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിലോ ബോഡി തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനും അതുപോലെ ഫൈനൽ പൊസിഷനും എ തന്നെ ആയതുകൊണ്ട് ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അവിടെ ക്ലോസ്ഡ് പാത്തിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും, അല്ലേ? ഓക്കെ. ഇനി ബോഡി അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിനും ഡിസ്റ്റൻസിനും എന്താ സംഭവിക്കുക? ഉദാഹരണമായിട്ട് എയിൽ നിന്നും ബിയിലേക്ക് പോവാണ്. ഒരു പാർട്ടിക്കിൾ എയിൽ നിന്നും ബിയിലേക്ക് പോവാണ്. ദെൻ ബിയിൽ നിന്നും സിയിലേക്ക് പോവാണ്. ദെൻ സിയിൽ നിന്നും ഡിയിലേക്ക് പോകുന്നു. ഡിയിൽ നിന്നും ഇയിലേക്ക് പോകുന്നു. ഓക്കെ. ഇവിടെ നെറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? AB-ൻ്റെ പാത്ത് ലെങ്ത്, അതുപോലെ BC-ൻ്റെ പാത്ത് ലെങ്ത്, അതുപോലെ CD-ൻ്റെ പാത്ത് ലെങ്ത്, DE-ൻ്റെ പാത്ത് ലെങ്ത്, ഇതെല്ലാം ആഡ് ചെയ്തതിന് ഈക്വൽ ആയിരിക്കും നെറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ആൾജിബ്രായിക് സം ആയിരിക്കും, അല്ലേ? അതേ സമയത്ത് നെറ്റ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ നെറ്റ് ഡിസ്പ്ലേസ്മെൻ്റ് കാണുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് വെക്ടർ അഡീഷൻ വഴിയാണ് നമുക്ക് ഇവിടുത്തെ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ പറ്റുക. നമുക്കിവിടെ പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ യൂസ് ചെയ്യാവുന്നതാണ്. വെക്ടേഴ്സിൻ്റെ ചാപ്റ്ററിൽ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാവുന്നതാണ്. എനിവേ ഇവിടുത്തെ നെറ്റ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? A to E ഒരു വെക്ടർ വരയ്ക്കുകയാണെങ്കിൽ ആ വെക്ടർ ആയിരിക്കും എന്ത്? ഇവിടുത്തെ നെറ്റ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ പോളിഗൺ ലോ പറയുന്നത് ഒരു പോളിഗണിൻ്റെ ഡിഫറെൻറ്റ് സൈഡ്സ് സെയിം ഓർഡറിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ സമ്മ് അല്ലെങ്കിൽ നെറ്റ് എന്ന് പറയുന്നത് ആ പോളിഗണിൻ്റെ തന്നെ ഓപ്പോസിറ്റ് ഓർഡറിൽ എടുത്തിട്ടുള്ള അതിൻ്റെ അവസാനത്തെ സൈഡ് അതിൻ്റെ സമ്മിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നാണ് പോളിഗൺ ലോ സിമ്പിളായിട്ട് പറഞ്ഞാൽ പറയുന്നത്. ഓക്കെ. എനിവേ, അപ്പോൾ അതായിരിക്കും എന്ത്? ഇവിടുത്തെ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നെറ്റ് ഡിസ്റ്റൻസും നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അത് വെക്ടോറിയലി മാത്രമാണ് നമ്മൾ ഇതിനെ ആഡ് ചെയ്യുക. അപ്പോൾ സം എടുക്കുമ്പോൾ വെക്ടർ സമ്മാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലേ? മറ്റേ നമ്മൾ മാഗ്നിറ്റ്യൂഡ്സിനെ സിമ്പിളായിട്ട് ആൾജിബ്രായിക് സം എടുത്താൽ തന്നെ അവിടെ നെറ്റ് ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഒക്കെയുമായി ബന്ധപ്പെട്ട 1-2 എക്സാമ്പിൾസ് നമുക്ക് ചെയ്ത് നോക്കാം, അല്ലേ? എ ബോഡി മൂവ്സ് അലോങ് ദി കർവ്ഡ് പാത്ത് ഓഫ് എ ക്വാർട്ടർ സർക്കിൾ. കാൽക്കുലേറ്റ് ദി റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു ബോഡി എന്താണ്? ഒരു സർക്കിളിൻ്റെ ക്വാർട്ടറിൽ ഉള്ള കർവ്ഡ് പാത്തിലൂടെ സഞ്ചരിക്കുകയാണ്, അല്ലേ? ഓക്കെ. റേഡിയസ് 6 ആണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെൻറ്റ് റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. നമുക്കറിയാം സർക്കംഫറൻസ് ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് 2πr ആണ്. റെഡി? 2πr ആണ്. 2πrൻ്റെ ഇത് ക്വാർട്ടർ ഓഫ് എ സർക്കിൾ ആയതുകൊണ്ട് 2πrൻ്റെ 1/4 ആണ് ഉണ്ടാവുക, അല്ലേ? അപ്പോൾ 1/4 ഇൻറ്റു 2πr. റെഡി? ഡിവൈഡഡ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ ഉണ്ടാവുക? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് പോയിന്റ് A ആണെങ്കിൽ ഇത് പോയിന്റ് B ആണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്. മിനിമം ഡിസ്റ്റൻസ് ആണല്ലോ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ 2 6 ആയതുകൊണ്ട് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ √6
ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ കിട്ടും. എ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്ന് കിട്ടും. അതായത് റൂട്ട് ടു ആർ കിട്ടും അല്ലേ, റൂട്ട് ടു ആർ. ഓക്കെ, ഇപ്പോൾ 1/4 ഇൻറ്റു 2πr ഡിവൈഡഡ് ബൈ റൂട്ട് ടു ആർ എന്ന് കിട്ടും. ആറും ആറും കട്ട് ചെയ്തു, 2ഉം 4ഉം കട്ട് ചെയ്തു അല്ലേ, 2. അതായത് πr/2 ഇൻറ്റു 1/√2 എന്ന് കിട്ടും. റെഡി? നമുക്കറിയാം ഓപ്ഷനിൽ നമുക്ക് നമ്പേഴ്സാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ പൈനെ എന്ത് ചെയ്യണം, നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് 22/7 ആണ് പൈ എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ നമ്മൾ 22/7 ഇൻറ്റു r/2 ഇൻറ്റു 1/√2 അല്ലേ, 1/√2. ഓക്കെ, അപ്പോൾ 2ഉം 22 കട്ട് ചെയ്ത് 11 ആയി. 6 നമ്മൾ ഓൾറെഡി ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, 6 കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 11/7√2 എന്ന് കിട്ടും. 11/7√2 അല്ലെങ്കിൽ 11:7√2 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അല്ലേ. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം അല്ലേ. 3 particles P, Q and R are situated at a point A on the circular path of radius 10 meter. All 3 particles move along different paths and reach point B as shown in figure. Then the ratio of distance traversed by the particle P and Q is. ഞാൻ ഈ പിക്ചർ ഒന്ന് തെളിയിച്ച് വരക്കാം. വൈറ്റ് കളറാകുമ്പോൾ നല്ലോണം കാണും അല്ലേ. ഓക്കെ, ഇതാണ് പോയിന്റ് എ. ആർ എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഇതിലെ സഞ്ചരിക്കുന്നു, പി ഇതിലെ സഞ്ചരിക്കുന്നു, അതുപോലെ ക്യൂ ഇതുവഴി സഞ്ചരിക്കുന്നു. റെഡി? എന്നിട്ട് ബിയിലെത്തുന്നു. ഓക്കെ, ഇതാണ് ക്യൂ. അങ്ങനെയാണെങ്കിൽ പിൻ്റെയും ക്യൂവിൻ്റെയും ഡിസ്റ്റൻസസിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ സർക്കിളിൻ്റെ സർക്കുംഫറൻസ് എന്ന് പറയുന്നത് 2πr ആണ് അല്ലേ, 2πr. പിൻ്റെ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് 3/4 ഇൻറ്റു 2πr ആണ്. ഓക്കെ, 3/4 ഇൻറ്റു 2πr. ഇനി ക്യൂവിൻ്റെതാണെങ്കിലോ, ക്യൂവിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r+r, അതായത് 2r ആണ് അല്ലേ, 2r അല്ലേ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 4ഉം 2ഉം കട്ടായി 2 അല്ലേ. അതായത് 3πr/2 ഇൻറ്റു 1/2r അല്ലേ. 6 കട്ടായി. പൈനെ നമുക്ക് പൈൻ്റെ ടേംസിൽ തന്നെയാണ് ആൻസർ ഉള്ളത് അല്ലേ. അപ്പോൾ 3π/4 എന്ന് കിട്ടും. 3π/4 എന്ന് കിട്ടും. ഇതായിരിക്കും പിൻ്റെയും അതുപോലെ തന്നെ ക്യൂവിൻ്റെയും ഡിസ്റ്റൻസസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. റെഡി? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. റെഡി? ഇനി ആവറേജ് സ്പീഡ്. അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും നമുക്ക് മനസ്സിലായി. സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ എന്താണ്, നമ്മൾ ഹൈറ്റിലേക്ക് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ത്രോ ചെയ്യുകയാണെങ്കിൽ അത് മാക്സിമം ഹൈറ്റിൽ പോയിട്ട് തിരിച്ചു വരും അല്ലേ. അപ്പോൾ ആ ഒരു കേസിൽ എന്താണ് അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ആ ഹൈറ്റിനെ h ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് h+h, അതായത് 2h ആയിരിക്കും. അതേ സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇങ്ങനെ നമുക്ക് ക്ലോസ്ഡ് പാത്തിലുള്ള എല്ലാ അവസരങ്ങളിലും ഈ ഒരു സംഭവം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. ഇനി ആവറേജ് സ്പീഡ് എന്താണ്? ആവറേജ് സ്പീഡ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ പാർട്ടിക്കിൾ ആൻഡ് ടൈം ഈസ് കാൾഡ് ആവറേജ് സ്പീഡ്. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ, അതാണ് നമ്മൾ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ഇൻ MKS മീറ്റർ പെർ സെക്കൻഡ്, CGSൽ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഡയമെൻഷൻ എന്ന് പറയുന്നത് LT⁻⁻1 ആണ്. റെഡി? ആവറേജ് സ്പീഡ് നമ്മൾ പറഞ്ഞു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ് അല്ലേ. ആവറേജ് സ്പീഡിൻ്റെ നമ്മൾ നീറ്റ് എക്സാമിൽ സാധാരണയായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിക്കുന്ന 2 സ്പെഷ്യൽ കേസ് ഉണ്ട്. അതായത് ഒന്നാമത്തേത് നമുക്കറിയാം, ഒരു ബോഡി
മൂവ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ ട്രാവൽ ചെയ്യാണ്. അപ്പം അത് ആദ്യത്തെ ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് V1 വെച്ചിട്ട് എന്ത് ചെയ്തു, V1ലാണ് അത് സഞ്ചരിച്ചിട്ടുള്ളത്. അതുപോലെ നെക്സ്റ്റ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് V2 മറ്റൊരു വെലോസിറ്റിയിലാണ് സഞ്ചരിച്ചിട്ടുള്ളതെങ്കിൽ ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി എന്താണ്? ഇങ്ങനെ ഈ ഒരു കേസ് അല്ലേ, അതായത് ഡിസ്റ്റൻസസ് ഈക്വൽ ആകുന്ന ഒരു കേസ്. ഇവിടെ നമുക്കറിയാം ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ് അല്ലേ. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d/2 + d/2, അതായത് d ആണ് അല്ലേ. ഇനി ടോട്ടൽ ടൈമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്റ്റൻസിന്റെ ഇൻ ടേംസിൽ എഴുതാൻ പറ്റും അല്ലേ. അതായത് ഇവിടുത്തെ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d/2, അതുപോലെ സ്പീഡ് എന്ന് പറയുന്നത് v1 ആണെങ്കിൽ അവിടുത്തെ ടൈം നമുക്ക് d/2/v1 എന്ന് എഴുതാം, അതായത് d/2v1 അല്ലേ. അപ്പോൾ നമ്മൾ d/2v1 എന്ന് എഴുതി. അതുപോലെ രണ്ടാമത്തെ ഹാഫിലുള്ള ടൈം എന്ന് പറയുന്നത് d/2v2 എന്ന് എഴുതി. റെഡി? കോമൺ ആയിട്ടുള്ളത് നമ്മൾ കട്ട് ചെയ്തു. 1/2v1 + 1/2v2 ഈക്വൽ ടു 4v1v2 ഡിവൈഡഡ് ബൈ 2v1 + 2v2 അല്ലേ. അതായത് 2നെ കോമൺ ആയിട്ട് എടുത്താൽ ആ 2ഉം ഈ 4ഉം കട്ട് ചെയ്ത് പോവും. നമുക്ക് 2v1v2 ഡിവൈഡ് ബൈ v1 + v2 എന്ന് കിട്ടും. ഇതാണ് ഡിസ്റ്റൻസസ് ഈക്വൽ ആകുമ്പോഴുള്ള കേസ്. ഡിസ്റ്റൻസസ് ഈക്വൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ഹാഫ് ദ ഡിസ്റ്റൻസ് ഒരു വെലോസിറ്റിയിലും നെക്സ്റ്റ് ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് ഒരു വെലോസിറ്റിയിലും പോയാൽ അവിടുത്തെ ആവറേജ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2v1v2 ഡിവൈഡ് ബൈ v1 + v2 ആണ്. ഇനി അടുത്തൊരു കേസ്, ഒന്നാമത്തെ കേസാണ് അല്ലേ, കേസ് 1. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താണ്? കേസ് 2 എന്ന് പറയുന്നത് ഈക്വൽ ടൈമിലാണ് സഞ്ചരിച്ചിട്ടുള്ളതെങ്കിൽ ആദ്യത്തെ ഹാഫ് ടൈമിൽ ഒരു സ്പീഡിലും അതുപോലെ രണ്ടാമത്തെ ഹാഫ് ടൈമിൽ ഒരു സ്പീഡിലും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്? നമുക്കറിയാം ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ് അല്ലേ. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഞാൻ ചെറിയൊരു പിക്ചർ വരക്കാണ്. ഫസ്റ്റ് ഹാഫിൽ എന്താണ്? ഫസ്റ്റ് ഹാഫിൽ v1 എന്നുള്ള വെലോസിറ്റിയിലാണ് സഞ്ചരിച്ചിട്ടുള്ളത്. അത് t/2 ആണ്, ടോട്ടൽ ടൈമിൻ്റെ ഹാഫാണ് അല്ലേ. അതുപോലെ രണ്ടാമത്തെ ഹാഫിൽ v2 എന്ന് പറയുന്ന സ്പീഡിലാണ് സഞ്ചരിച്ചിട്ടുള്ളത്. അതെന്താണ്? ടോട്ടൽ ടൈമിൻ്റെ ഹാഫാണ് അല്ലേ. t/2 ആൻഡ് t/2. ഇവിടെ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ ഹാഫിലുള്ള ഡിസ്റ്റൻസിൻ്റെയും രണ്ടാമത്തെ ഹാഫിലുള്ള ഡിസ്റ്റൻസിൻ്റെയും സമ്മാണ് അല്ലേ. ആദ്യത്തെ ഹാഫിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് v1 × t/2 ആണ് അല്ലേ. v1 × t/2. അപ്പോൾ ഞാൻ v1 × t/2 എന്ന് എഴുതി. പ്ലസ് രണ്ടാമത്തെ ഹാഫിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് v2 × t/2 ആണ് അല്ലേ. അതായത് ഡിസ്റ്റൻസ് ഈക്വൽ ടു ടൈം ഇൻറ്റു സ്പീഡാണല്ലോ. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ. അതായത് v1 × t/2 + v2 × t/2 ഡിവൈഡഡ് ബൈ t എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഡിവൈഡഡ് ബൈ t. അല്ലെങ്കിൽ v1t/2 + v2t/2 ഡിവൈഡഡ് ബൈ t. ഇതിന് നമുക്ക് 2v1t + 2v2t ഡിവൈഡഡ് ബൈ 4 × 1/t എന്ന് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് 2t പുറത്തെടുത്താൽ 2t × v1 + v2 ഡിവൈഡഡ് ബൈ 4t എന്ന് കിട്ടും അല്ലേ. വീണ്ടും ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ 2ഉം 4ഉം കട്ടായി പോവും, tയും കട്ടാവും. v1 + v2/2 എന്ന് കിട്ടും. v1 + v2/2. റെഡി? അപ്പോൾ ഇതാണ് ടൈം
ഈക്വൽ ടൈമിൽ അല്ലെങ്കിൽ ഹാഫ് ദി ടൈമിൽ ഒരു ഹാഫ് ഓഫ് ദി ടൈമുമാണ് തന്നിട്ടുള്ളതെങ്കിൽ ഈ ഇക്വേഷനാണ് നമുക്ക് യൂസ് ചെയ്യുക അല്ലേ. ആവറേജ് സ്പീഡ് ഈക്വൽ ടു എന്താണ്, v1 പ്ലസ് v2 ബൈ 2. ഇങ്ങനെ രണ്ട് സ്പെഷ്യൽ കേസസ് അല്ലേ. ഇനി എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ എന്താണ് വെഹിക്കിളിൻ്റെ സ്പീഡോമീറ്ററിൽ കാണിക്കുന്ന സ്പീഡ്, അതാണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. അതായത് ഏത് ഇൻസ്റ്റൻറ്റിൽ നോക്കിയാലും നമ്മൾ കാണുന്ന സ്പീഡാണ് ആ ഇൻസ്റ്റൻറ്റിലുള്ള സ്പീഡ് എന്ന് പറയുന്നത്. വെൻ ദ സ്പീഡ് ഓഫ് ആൻ ഓബ്ജക്റ്റ് ഈസ് കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ്, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് ഈസ് ദി സ്പീഡ് ഓഫ് ആൻ ഓബ്ജക്റ്റ് അറ്റ് എ പർട്ടിക്കുലർ മൊമെൻ്റ് ഇൻ ടൈം അല്ലേ. അതായത് ഒരേ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ ആവറേജ് സ്പീഡും ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡും സെയിം ആയിരിക്കും അല്ലേ. അതേ സമയത്ത് സ്പീഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ഇൻസ്റ്റൻറ്റിലുമുള്ള സ്പീഡും അതുപോലെ ആവറേജ് സ്പീഡ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. റെഡി? സ്പീഡ് ഈസ് എ സ്കലാർ ക്വാണ്ടിറ്റി ഇൻ MKS മീറ്റർ പെർ സെക്കൻഡ്, ഇൻ CGS സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്, ഡയമെൻഷൻ LT⁻⁻1. ഓക്കെ. ഇനി അടുത്തത് ആവറേജ് വെലോസിറ്റി അല്ലേ. ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും സെയിം ആണോ? അല്ല, നമുക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് കേസസ് കാണാം അല്ലേ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടു ദി ടോട്ടൽ ടൈം ടേക്കൺ. അതായത് ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. ചില കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റിന് നമുക്ക് 0 വാല്യൂ ആണ് കിട്ടുന്നത്, അതേസമയത്ത് ഡിസ്റ്റൻസിന് നമുക്ക് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈമും ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈമും വ്യത്യാസം ഉണ്ടാവും. എനിവേ, ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടു ദി ടോട്ടൽ ടൈം ടേക്കൺ ആണ് അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ 2 അല്ലെങ്കിൽ Δx ബൈ Δt എന്ന് എഴുതാം അല്ലേ. ആവറേജ് വെലോസിറ്റി. റെഡി? ഇനി ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും ഡിഫറെൻ്റ് ആവാം അല്ലേ. അതായത് ഫോർ എക്സാമ്പിൾ, ഒരു പാർട്ടിക്കിൾ എന്താണ്, ഒരു ബോഡി എ എന്ന് പറയുന്ന ബോഡി ബി എന്ന പൊസിഷനിലൂടെ സിയിലേക്ക് പോയി തിരിച്ച് ഡിയിലേക്ക് വരികയാണ്. ഓക്കെ. അതേ സമയത്ത് മറ്റൊരു ബോഡി എയിൽ നിന്നും ബിയിലേക്ക് പോവാണ്. രണ്ടും അതിനെടുത്തിട്ടുള്ള ടൈം സെയിം ആണ്. അതായത് 1 സെക്കൻഡിലാണ് എന്ത് ചെയ്യുന്നത്, എ ബിയിലൂടെ സിയിലൂടെ പോയി തിരിച്ച് ഡിയിലെത്തുന്നത്. അതേസമയം ബി എന്ന പാർട്ടിക്കിൾ 1, ഇത് പാർട്ടിക്കിൾ 1 ആണ്, ഇത് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഓബ്ജക്റ്റ് 2 ആണ്. റെഡി? ഇവൻ എന്താണ്, എയിൽ നിന്നും 1 സെക്കൻഡ് കൊണ്ട് ഡിയിലെത്തി. അപ്പോൾ ഇവർ രണ്ടാളെയും കേസിലുള്ള ആവറേജ് സ്പീഡും അതുപോലെ ആവറേജ് വെലോസിറ്റി നമുക്ക് നോക്കാം. ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് ഓബ്ജക്റ്റിൻ്റെ കേസിലുള്ള ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, എ ടു ബിയിലുള്ള ഫ്രം എ ടു ബി ഡിസ്റ്റൻസ് ഞാൻ 1 മീറ്റർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഫ്രം എ ടു ബി ഇതും എന്താണ് സെയിം ഡിസ്റ്റൻസിലാണുള്ളത് അല്ലേ. അപ്പോൾ എയിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ 1 മീറ്റർ എടുക്കുകയാണെങ്കിൽ ഇതും 1 മീറ്റർ ആണെങ്കിൽ 1 + 1 + 1 അല്ലേ. അതായത് 3/1. അതാണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ആവറേജ് സ്പീഡ് ആരുടെ, പാർട്ടിക്കിൾ 1ൻ്റെ 3/1, 3 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. ഇവൻ്റെ വെലോസിറ്റിയോ, എയിൽ നിന്നും 1 മീറ്റർ ഡിസ്റ്റൻസിലാണത് ഫൈനലായിട്ട് എത്തിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. അപ്പോൾ 1/1 എന്ന് കിട്ടും അതിൻ്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലേ. ആവറേജ് വെലോസിറ്റി ആവറേജ് എന്ന് പറയുന്നത് 1/1 = 1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അതേസമയത്ത് ബീൻ്റെതാണെങ്കിലോ, ബീൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 1/1 ആണ്. അതുപോലെ തന്നെ ആവറേജ് വെലോസിറ്റി എന്താണ്, ആവറേജ് വെലോസിറ്റിയും എന്താണ് 1/1 ആണ് അല്ലേ. അപ്പോൾ ആവറേജ് സ്പീഡ് ഈക്വൽ ആയി എന്ന് വിചാരിച്ച് ആവറേജ് വെലോസിറ്റി എന്തായിക്കൊള്ളുന്നില്ല, ഈക്വൽ ആയിരിക്കണമെന്നില്ല. അതിന് ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡാണ് ഉണ്ടാവുക. റെഡി? ഓക്കെ.
ഇനി ഒരു പാർട്ടിക്കിൾ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ വെൻ ഇറ്റ്സ് റിവേഴ്സസ് ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് മോഷൻ. 1 ഡയമെൻഷനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ബോഡീനെ മുകളിലേക്ക് എറിയുകയാണെങ്കിൽ ആ ബോഡി അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന പോയിന്റിൽ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആയതുകൊണ്ട് ഒരേ ഒരു ഡയറക്ഷനിൽ അതിന് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നേരത്തെ പോയതിൻ്റെ ഓപ്പോസിറ്റ് വരിക എന്നാണ് അർത്ഥം അല്ലേ. അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. v=0. ഇഫ് എ ബോഡി റിവേഴ്സസ് ഡയറക്ഷൻ ഓഫ് മോഷൻ അറ്റ് എ പോയിന്റ് ഇറ്റ്സ് വെലോസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ് മസ്റ്റ് ബി 0 അല്ലേ. 0 അതായത് സാധാരണ ഈ ഒരു കേസ് എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിൻ്റെ വി ഇനീഷ്യലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആക്സിലറേഷൻ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാവുക അല്ലേ. അതായത് ഇനീഷ്യൽ വെലോസിറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആക്സിലറേഷൻ ഉണ്ടാകുമ്പോൾ വെലോസിറ്റി കുറഞ്ഞ് വരും, പിന്നീട് 0 ആവും, പിന്നീട് എന്താവും? നെഗറ്റീവ് വെലോസിറ്റി, അതായത് മൈനസ് ഡയറക്ഷനിലാവും വെലോസിറ്റി. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് സ്പീഡും വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. എ പാർട്ടിക്കിൾ ഗോസ് ഫ്രം പോയിന്റ് എ ടു ബി ഓൺ എ സെമി സർക്കിൾ ഓഫ് റേഡിയസ് 1 മീറ്റർ ഇൻ 1 സെക്കൻഡ്. അതായത് 1 മീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ എന്താണ്? ഒരു ബോഡി എയിൽ നിന്നും ബിയിലേക്ക് പോവാണ്. ഓക്കെ, ബോഡി ഗോസ് ഫ്രം എ ടു ബി ഓൺ എ സെമി സർക്കിൾ ഓഫ് റേഡിയസ് 1 മീറ്റർ ഇൻ 1 സെക്കൻഡ്. ആവറേജ് സ്പീഡ് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആവറേജ് സ്പീഡ് നമുക്കറിയാം, ഈ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? πr ആണ് അല്ലേ. πr. അപ്പോൾ πr/1, ആറും 1 ആണ്, അതുകൊണ്ട് പൈ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, എ ടു ബി, അതായത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അതെന്താണ്? റേഡിയസ് r ആണ്, ഇതും റേഡിയസ് r ആണ്, അപ്പോൾ 2r ആയിരിക്കും അല്ലേ. 2r, r 1 ആയതുകൊണ്ട് 2r = 2 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് എന്ത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ π/2 ആയിരിക്കും ആവറേജ് സ്പീഡ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. റെഡി? π/2. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ. റെഡി? മറ്റൊരു ക്വസ്റ്റ്യൻ. എ കാർ റൺസ് അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ് ഓൺ എ സർക്കുലർ ട്രാക്ക് ഓഫ് റേഡിയസ് 10 മീറ്റർ ടേക്കിംഗ് 6.28 സെക്കൻഡ് ഓൺ ഈച്ച് ലാപ്പ്. ഓക്കെ, ദ ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി ഫോർ ഈച്ച് കംപ്ലീറ്റ് ലാപ്പ് ഈസ്. അതായത് ഒരു കാറ് 10 മീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് 6.28 സെക്കൻഡാണ് ഓരോ ലാപ്പിലും എടുക്കുന്നത്. ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും നമുക്കറിയാം. ക്ലോസ്ഡ് പാത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ തുടങ്ങിയ പോയിന്റിൽ നിന്ന് തിരിച്ചെത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആവറേജ് വെലോസിറ്റി 0 ആണ്, കാരണം ഡിസ്പ്ലേസ്മെന്റ് അവിടെ 0 ആണ്, അതുകൊണ്ട് ആവറേജ് വെലോസിറ്റി 0 ആണ് അല്ലേ. അപ്പോൾ വെലോസിറ്റി 0 ഉള്ള ഓപ്ഷൻസ് ബിയും സിയും ആണ് അല്ലേ. ഇനി സ്പീഡ് നോക്കാം. സ്പീഡ് എന്ന് പറയുമ്പോൾ 2πr ആണല്ലോ. എന്ത്? 2πr ആണ് അതിൻ്റെ സർക്കംഫറൻസ് അല്ലേ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2πr ആണ്, ഡിവൈഡഡ് ബൈ എന്താണ്? സമയം എത്ര എടുക്കുന്നത്? ടേക്കിംഗ് 6.28 അല്ലേ. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 6.28 ആണ്. ആൻസർ നമുക്ക് ന്യൂമറിക്കൽ നമ്പറിലാണുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് 2 × 3.14 × r 10 ആണ് തന്നിട്ടുള്ളത് അല്ലേ. 10 ഡിവൈഡഡ് ബൈ 6.28 എന്ന് കിട്ടും. 3.14 6.28 കട്ടായി പോയാൽ 2 × 10 20/2 10 അല്ലേ. അപ്പോൾ 10 ആണ് ആവറേജ് സ്പീഡായിട്ട് കിട്ടുക അല്ലേ. വെലോസിറ്റി 0 ആൻഡ് സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. റെഡി? ഇനി ആവറേജ് ആക്സിലറേഷൻ. ആവറേജ് ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ദി ചേഞ്ച് ഇൻ വെലോസിറ്റി ടു ദി ടൈം ഇൻ്റർവെൽ. അതായത് ഒരു സെക്കൻഡിൽ എത്ര ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ട് എന്നുള്ളതാണ് എന്ത്? ആവറേജ് ആക്സിലറേഷൻ. അതായത് ഫൈനൽ വെലോസിറ്റി, ആവറേജ് ആക്സിലറേഷൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ഇൻ്റർവെൽ. അല്ലെങ്കിൽ നമുക്ക് ഫൈനൽ വെലോസിറ്റി, ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി
ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ എന്ന് എഴുതാം അല്ലേ, അല്ലെങ്കിൽ ടൈം ഇൻ്റർവെൽ. റെഡി? അതാണ് ആവറേജ് വെലോസിറ്റി, ആവറേജ് ആക്സിലറേഷൻ. ഓക്കെ. ഇൻസ്റ്റന്റേനിയസ് ആണെങ്കിലോ, ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത പോലെ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള ആക്സിലറേഷനാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറയുക. ഇനി അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്നാണ് അല്ലേ. ഡി ബൈ ഡി ടി ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ ഡി വി ബൈ ഡി ടി എന്ന് പറയാൻ പറ്റും അല്ലേ. വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി ഡി വി ബൈ ഡി ടിനെ നമുക്ക് ഒന്നുകിൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷനെ ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം. അതല്ലെങ്കിൽ ഡി വി ബൈ ഡി എസ് ഫംഗ്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്, ടൈമിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് തന്നിട്ടുള്ളതെങ്കിൽ ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം. ഇനി ഡിസ്പ്ലേസ്മെന്റിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് തന്നിട്ടുള്ളതെങ്കിൽ ഡി വി ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി എന്ന് എഴുതാം അല്ലേ. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡിസ്പ്ലേസ്മെന്റും അതുപോലെ എന്താണ് വെലോസിറ്റിയും തമ്മിലുള്ള ഗ്രാഫ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക, അവിടുന്ന് ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഒക്കെ നമുക്കിത് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും, ഡി വി ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി അല്ലേ. ഇത് നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാണെങ്കിൽ ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം വി ആണ് അല്ലേ. വി ഇൻറ്റു ഡി വി ബൈ ഡി എസ് എന്ന് എഴുതാൻ പറ്റും. റെഡി? ആക്സിലറേഷൻ ഈക്വൽ ടു വി ഇൻറ്റു ഡി വി ബൈ ഡി എസ്. ഓക്കെ. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്ത് നോക്കാം അല്ലേ. എ പാർട്ടിക്കിൾ കവേഴ്സ് ഹാഫ് ഓഫ് ഇറ്റ്സ് ടോട്ടൽ ഡിസ്റ്റൻസ് വിത്ത് സ്പീഡ് v1 ആൻഡ് ദ റെസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് വിത്ത് സ്പീഡ് v2 ഇസ് ആവറേജ് സ്പീഡ് ഡ്യൂറിങ് ദി കംപ്ലീറ്റ് ജേർണീസ്. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്, ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല എന്താണ്, 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2 അല്ലേ. റെഡി? 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2. ഇത് 2011 APMT മെയിൻസിൽ, അതായത് നമ്മളിപ്പോഴത്തെ നീറ്റ് മുന്നേ മെയിൻസും അതുപോലെ പ്രിലിമിനറി ആയിരുന്നു അല്ലേ, അന്ന് ചോദിച്ചിട്ടുള്ള മെയിൻസിൽ ചോദിച്ചിട്ടുള്ള രണ്ടാമത്തെ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, നമ്മൾ ഈ പറഞ്ഞ രണ്ട് കൺസെപ്റ്റും മിക്സ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ കവേഴ്സ് ഹാഫ് ദ ഡിസ്റ്റൻസ് വിത്ത് ദ സ്പീഡ് ഓഫ് 12 മീറ്റർ പെർ സെക്കൻഡ്. Other half of the distance is covered in two equal time intervals with the speed of 4.5 meter per second and 7.5 meter per second respectively. Average speed of the particle during this motion is. അതായത് ഒരു പാർട്ടിക്കിൾ എന്താണ്, ഒരു പാർട്ടിക്കിളിൻ്റെ ജേണിയാണ്, അതിൽ ഹാഫ് ദ ഡിസ്റ്റൻസ്, ഇതാണ് ഹാഫ് ദ ഡിസ്റ്റൻസ്, ഇവിടെ എന്താണ് 12 മീറ്റർ പെർ സെക്കൻഡിലാണ് അത് പാസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി രണ്ടാമത്തെ ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസിൽ 2 ഈക്വൽ ടൈം ഇൻ്റർവെല്ലിലാണ് കവർ ചെയ്യുന്നത്. അതിലെ ആദ്യത്തെ ടൈം ഇൻ്റർവെല്ലിൽ, അതായത് T2/2 അത് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 4.5 ആണ്. അതുപോലെ തന്നെ അടുത്ത ടൈം ഇൻ്റർവെല്ലിൽ, രണ്ടാമത്തെ ഹാഫിൻ്റെ അടുത്ത ടൈം ഇൻ്റർവെല്ലിൽ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 7.5 ആണ് അല്ലേ. T2/2 7.5 ആണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്താം, രണ്ടാമത്തെ പാർട്ടിലുള്ള ആവറേജ് വെലോസിറ്റി കാണാം. അവിടുത്തെ ആവറേജ് വെലോസിറ്റി കാണാൻ എന്താ ചെയ്യുക, അതായത് രണ്ട് സിമിലർ ടൈം ഇൻ്റർവെൽസിലുള്ള വെലോസിറ്റീസ് നമുക്ക് തന്നാൽ അവിടുത്തെ ആവറേജ് വെലോസിറ്റി കാണാൻ v1 പ്ലസ് v2 ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി അല്ലേ. v1 പ്ലസ് v2 ഡിവൈഡ് ബൈ 2, അതായത് 4.5 പ്ലസ് 7.5 ഡിവൈഡ് ബൈ 2 ചെയ്താൽ 11 12/2 6 അല്ലേ. 6 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. 6 മീറ്റർ പെർ സെക്കൻഡ് ആണ് രണ്ടാമത്തെ ഹാഫിലെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇത് രണ്ടും എന്താണ്, 12 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ആദ്യത്തെ ഹാഫ് ദ ഡിസ്റ്റൻസിലുള്ള സ്പീഡാണ്. 6 മീറ്റർ പെർ സെക്കൻഡ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസിലുള്ളതാണ്. അപ്പോൾ ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുക, 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2 ആണ് അല്ലേ. ഇവിടെ v1 എന്ന് പറയുന്നത് നമുക്കറിയാം ടോട്ടൽ ജേണിൻ്റെ ആദ്യത്തെ
വെലോസിറ്റി 12 ആണ് അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 12 ഇൻറ്റു V2 എത്രയാണ് 6 ആണ് അല്ലേ. 6 ഡിവൈഡ് ബൈ V1 പ്ലസ് V2, അതായത് 12 പ്ലസ് 6 18 കിട്ടും അല്ലേ. 18 ഓക്കെ. 18നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. 2 ഇൻറ്റു 12 24 ഡിവൈഡ് ബൈ 3 ചെയ്താൽ 8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും അല്ലേ. 8 മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ഈ രൂപത്തിൽ നമുക്ക് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളതെങ്കിലും അതുപോലെ ഹാഫ് ഓഫ് ദ ടൈം ആണ് തന്നിട്ടുള്ളതെങ്കിലും ഈ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഡിഫറൻഷിയേഷനും ഇൻ്റഗ്രേഷനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് വേറൊരു ലെക്ചറിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.